ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനി ആവാം മോർച്ച തെക്കേ ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്കും തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. HAM ദേശീയ ജനറൽ സെക്രട്ടറി സുബീഷ് വാസ്ദേവ് വെളിപ്പെടുത്തിയതനുസരിച്ച് കേരളത്തിലെ 5 നിയമസഭാംഗങ്ങൾ പാർട്ടിയിൽ ചേരാൻ ഒരുങ്ങുകയാണ്. സുബീഷ് വാസ്ദേവിന്റെ വാക്കുകൾ പ്രകാരം പാർട്ടി മാറ്റം സംബന്ധിച്ച് ധാരണയായി കഴിഞ്ഞു. ഈ 5 MLA-മാരിൽ ഒരു മുൻ മന്ത്രിയും ഉൾപ്പെടും. ഇവരിൽ ചിലർ CPM-ലും ചിലർ കോൺഗ്രസിലുമാണ് നിലവിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. പാർട്ടി മാറാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഡിസംബർ മാസത്തിൽ നടത്താനാണ് തീരുമാനം. സുബീഷ് വാസ്ദേവ് വ്യക്തമാക്കുന്നതനുസരിച്ച് BJP-യിലേക്ക് നേരിട്ട് ചേരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില നേതാക്കൾ HAM-ൽ അംഗത്വം സ്വീകരിക്കും. 2 പ്രധാന പ്രാദേശിക പാർട്ടികളും ഉടൻ HAM-ൽ ലയിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് HAM പുതിയൊരു രാഷ്ട്രീയ മുഖമായി ഉയർന്നേക്കുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സ്വയം വ്യക്തമാക്കുന്നതനുസരിച്ച് HAM ഇനി കേരളത്തിലും കർണാടകത്തിലും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് പാർട്ടി പ്രവർത്തകരെ ഒരുമിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ബീഹാറിലെ രാഷ്ട്രീയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ജിതിൻ റാം മാഞ്ചി നിലവിൽ NDA-യുടെ ഘടകകക്ഷിയായ HAM-ന്റെ പ്രധാന നേതാവാണ്. ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ NDA 160 സീറ്റുകൾ നേടുമെന്നാണ് മാഞ്ചി പറഞ്ഞിരിക്കുന്നത്. ബീഹാർ ജനതയ്ക്ക് ഇനി ജംഗിൾ രാജിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹമില്ല. NDA സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ വോട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിന്റെ വാഗ്ദാനങ്ങൾ വ്യാജവുമായും യഥാർത്ഥരഹിതവുമായും ഉള്ളവയാണെന്ന് മാഞ്ചി വിമർശിച്ചു. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ നീക്കം പുതിയൊരു ചലനമാകുമെന്ന് കരുതപ്പെടുന്നു. പ്രധാന ദേശീയ പാർട്ടികളിൽ നിന്നുള്ള MLA-മാർ HAM-ലേക്ക് നീങ്ങുന്നതോടെ സംസ്ഥാനത്ത് മറ്റൊരു സഖ്യരൂപീകരണത്തിനും രാഷ്ട്രീയ പുനർക്രമീകരണത്തിനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കൂടാതെ BJP-യുമായി നേരിട്ട് ബന്ധപ്പെടാൻ മടിക്കുന്ന ചില വിഭാഗങ്ങൾക്കും നേതാക്കൾക്കും HAM ഒരു ഇടനില വേദിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ കേരള പ്രവേശനം വെറും അംഗത്വ വർധനയല്ല, മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ കൂട്ടുകെട്ടുകളുടെയും പുനർസംഘടനകളുടെയും തുടക്കമായേക്കാമെന്നാണ് വിലയിരുത്തൽ.